ഇപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള തുളവട അല്ലെങ്കിൽ ഉഴുന്നുവട ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോഴാണെങ്കിലും നല്ല ഇതുപോലെ കുറച്ച് അധികം ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ ഉഴുന്ന് നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. നമ്മൾ ഐസ് ക്യൂബ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇത്തിരി ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. മാവ് നമുക്ക് ഒരുവിധം കട്ടിക്കാനേ കിട്ടണം. അതുകൊണ്ട് ചെറിയ ജാറിലിട്ട് കുറച്ച് അടിച്ചടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് അല്ലെങ്കിൽ നല്ല ഫോർക്ക് സ്പൂൺ എന്തെങ്കിലും കൊണ്ടൊക്കെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. അതിനകത്ത് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടി, പിന്നെ സവാള കുത്തിയരിഞ്ഞതും, പിന്നെ ഇത്തിരി വേപ്പിലയും പച്ചമല്ലി ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ച് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. അല്ലെങ്കിൽ മാവ് നമ്മൾ ഈ സവാളയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് ലൂസായി പോകും. എല്ലാവർക്കും പരാതിയാണ് ഉഴുന്നുവട നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് വയ്ക്കാനായിട്ട്. അല്ലാന്നില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ മര്യാദയ്ക്ക് വെന്തും കിട്ടില്ല, ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ അഥവാ അരയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി അഥവാ മാവിൽ ഇത്തിരി ലൂസാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടാൽ മതി. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ചെയ്താലും കുഴപ്പമില്ല, പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ള കാര്യം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു മൊരിവും ആ ഒരു ഉള്ളിലൊരു സോഫ്റ്റ്നെസ് എല്ലാം കിട്ടും.